പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-16 വാക്യം. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചുവെന്ന് ആ ഭാഗത്ത് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസികൾക്ക് നിത്യമായ സുരക്ഷ ദൈവം ഒരുക്കിയിട്ടുണ്ടോ, നിത്യമായ സുരക്ഷ നമുക്കുണ്ടോ എന്ന് പല ഭാഗത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വരാറുണ്ട്. അങ്ങനെയുള്ള ചോദ്യചിഹ്നങ്ങൾക്ക് വ്യക്തമായൊരു മറുപടി കൊടുക്കുവാൻ വേദപുസ്തകത്തിൽ നാം വളരെ ചിന്തിക്കേണ്ട ആവശ്യമാണ്. നിത്യമായ സുരക്ഷയെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായ ഉത്തരം നൽകുന്നില്ല എങ്കിലും വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ നമ്മുടെ രക്ഷയെ നമുക്ക് ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ചില വാക്യങ്ങൾ അതിന് കാരണമാണ്. ഹല്ലേലൂയ. ഒരു ഉദാഹരണം എന്ന് പറയുമ്പോൾ 34 സങ്കീർത്തനം 7 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. നമുക്ക് വലിയൊരു സുരക്ഷയുണ്ട്. ഹല്ലേലൂയ. ഞാൻ സുരക്ഷയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളോട് പറയട്ടെ, ഒരു കുഞ്ഞിന്റെ സുരക്ഷ എന്ന് പറഞ്ഞ മാതാവ് അല്ലെങ്കിൽ പിതാവാണ്. ആ ഒരു ഭാര്യയുടെ സുരക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭർത്താവാണ്. ഭർത്താവിന്റെ സുരക്ഷ എന്ന് പറയുന്നത് അവന്റെ അപ്പനും അമ്മയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സുരക്ഷ എന്ന് പറഞ്ഞ ഈ ലോകത്തിന്റെ നിയമങ്ങളാണ്, ഇവിടുത്തെ നിയമ അധികാരികളാണ്. ഇവിടുത്തെ അധികാരികൾക്ക് നോക്കുമ്പോൾ അധികാരികൾക്കെല്ലാം സുരക്ഷയുണ്ട്, അതെല്ലാം ലോകം കൊടുക്കുന്നതാണ്. എന്നാൽ ഇതെല്ലാം താൽക്കാലികമാണെന്നും കൂടെ നമ്മൾ തിരിച്ചറിയണം. എല്ലാ സമയങ്ങളിലും നമുക്ക് സുരക്ഷയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിന്റെ എത്രയോ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളിൽ പെട്ടെന്ന് മരണപ്പെട്ട അപകടത്തിൽ യുദ്ധത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ലോകത്തിലെ സുരക്ഷകളെല്ലാം താൽക്കാലികമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമുക്ക് തരുന്ന സുരക്ഷ എന്ന് പറയുന്നത് അത് നിത്യമായ സുരക്ഷയാണ്. ദൈവത്തിന്റെ കയ്യിൽ നമ്മെ പിടിച്ചു കൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല. അപ്പം വിശ്വാസികൾക്ക് ദൈവത്തെ തിരസ്കരിക്കുവാനോ രക്ഷയില്ലാതാക്കുവാനോ കഴിയുകയില്ല എന്ന് പറയുന്ന ക്രൈസ്തവരുണ്ട്. എന്നേക്കുമുള്ള നിത്യജീവനെ കുറിച്ച് പറയുന്ന ചില വാക്യങ്ങളിലേക്ക് നമ്മളെ അത് വിരൽ ചൂണ്ടും. ഞാൻ അതിനാണ് വായിച്ച യോഹന്നാന്റെ സുവിശേഷം 3:16, യോഹന്നാന്റെ സുവിശേഷം 6:54, 11:26 വായിച്ചാൽ കാണാൻ കഴിയും. യേശു പറയുകയാണ്, തൻ്റെ ആടുകൾക്ക് വേണ്ടി അവൻ നിത്യജീവനെ നൽകിയും അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 10:28 കാണുന്നുണ്ട്. തൻ്റെ അടുക്കൽ വരുന്നവരെ താൻ ഒരിക്കലും ഓടിച്ചു കളയുകയില്ല എന്ന് താൻ പറഞ്ഞു. പിതാവ് തന്നെ ഏൽപ്പിച്ചതിൽ ആരും നഷ്ടമായിട്ടില്ല എന്നും താൻ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നമുക്ക് നിത്യമായ സുരക്ഷ ദൈവം ഒരുക്കി തരുന്നുണ്ടെങ്കിൽ, ദൈവിക ദൂതന്മാരുടെ കാവലുണ്ടെങ്കിൽ, നാം വചനത്തെ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ രക്ഷ നമുക്ക് നഷ്ടമാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഹല്ലേലൂയ, നമുക്ക് ലഭിച്ച രക്ഷ എന്ന് പറഞ്ഞാൽ കാത്തു സൂക്ഷിക്കണം. യേശു തന്റെ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. അതിൽ പ്രധാനിയായിരുന്നു, ട്രഷറായിരുന്നില്ല യൂദ. ആ യൂദ രക്ഷയ്ക്കകത്ത് നിൽക്കാതെ ദൈവവചനത്തിൽ ഉറച്ച് ദൈവിക വചനത്തെ അടിസ്ഥാനമാക്കി പോകാഞ്ഞതുകൊണ്ട് അവൻ 30 വെള്ളിക്കാശിന് തന്റെ രക്ഷ നഷ്ടമാക്കി. അവസാനം എന്ത് ചെയ്തു? അവൻ വാങ്ങി 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ കൊണ്ട് എറിഞ്ഞ് കളഞ്ഞിട്ട് അവൻ തൂങ്ങി മരിച്ചു എന്നാ. അങ്ങനെയൊക്കെ എത്രയോ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ചില 2024-25 ചരിത്രം പഠിച്ചാൽ അനവധി വിശ്വാസികൾ പോലും ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ്? യൂദയുടെ ഉള്ളിലേക്ക് കയറിയതുപോലെ ദുരാത്മാവ് പലരുടെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ദൈവം നമുക്ക് ഒരിക്കലും ആ സുരക്ഷ നഷ്ടപ്പെടും. നമ്മുടെ സുരക്ഷ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് തീമതിലും കോട്ടയമായിട്ടിരിക്കുന്നുവെന്ന് സക്രിയാവിന്റെ പുസ്തകമൊക്കെ 2:5 വായിക്കുന്നുണ്ട്. അപ്പം ദൈവം നമുക്ക് തീമതിലാണ്, ദൈവം നമുക്ക് കോട്ടയാണ്, ദൈവം നമുക്ക് സങ്കേതമാണ്. അവൻ നമ്മെ വേലി കെട്ടി സൂക്ഷിക്കുന്നവനാണ്. യഹോവയുടെ ദൂതന്മാർ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയിട്ടുണ്ട്. ദൈവം നമുക്കൊരു സംരക്ഷണ വലയമാണ്. പക്ഷേ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിനകത്ത് ഉറച്ചു നിന്ന് പോരാടുന്നില്ലെങ്കിൽ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമസഭയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് എഫേസ്യ ലേഖനം 1:14 പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ അഥവാ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഫിലിപ്പ് ലേഖനം 1:6 വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവം നിനക്ക് നല്ലൊരു സുരക്ഷ തന്നിട്ടുണ്ട്.
നിന്റെ കുടുംബത്തിന് സുരക്ഷ തന്നിട്ടുണ്ട്, നിന്റെ മക്കൾക്ക് സുരക്ഷ തന്നിട്ടുണ്ട്, നിന്റെ ജീവിതത്തിൽ എല്ലാ നിലയും ദൈവം സുരക്ഷ തന്നിട്ട് നല്ല പ്രവർത്തി നമ്മൾ ദൈവം ആരംഭിച്ചിട്ട്. എന്നിട്ടും നീ ദൈവത്തിന്റെ വചൽ തകർന്നും മദ്യത്തിനും മയക്കുമരുന്നിനും പാൻസാനകൾക്ക് MDMA നിന്റെ തലമുറ, നിന്റെ ഭർത്താവ്, നിന്റെ കുടുംബം വഴിവിട്ട് ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിന്റെ സുരക്ഷ നഷ്ടപ്പെടുന്നു. പല ക്രൈസ്തവരിൽ നിന്നും മദ്യത്തിന് അടിമകളാണ്, മദ്യപാനികളാണ്. എന്തുകൊണ്ടാണ്? ദൈവം നമുക്ക് സുരക്ഷ ഒരുക്കിയ സുരക്ഷാ വലയത്തിൽ ദൈവം നമ്മെ സംരക്ഷിക്കുമ്പോൾ ലോകത്തിൻ്റെതായ മാലിന്യങ്ങൾ, ചണ്ടി കൂമ്പാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിട്ട് നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവത്തിന് വേണ്ടിയ പ്രവൃത്തി തികയ്ക്കാനാവാതെ നിങ്ങൾ പാപത്തിൽ വീണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി സുരക്ഷയൊരുക്കിയ ദൈവമുണ്ട്. ആ സുരക്ഷ നീ പൊട്ടിച്ചുകൊണ്ട് നീ പോകരുത്. സുരക്ഷയെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതം എന്ന് പറയും നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അങ്ങനെ വഴിയില്ലാത്ത റോഡിലൂടെ ഒരു വാഹനം ഓടിച്ചു പോയാൽ റോഡില്ലാത്ത ആ വഴിയിലൂടെ വാഹനം ഓടിച്ചു പോയാൽ വാഹനം എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു മറിഞ്ഞ് നശിക്കും, അതിലുള്ള ആളുകൾ മരിക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് വഴിയും സത്യവും ജീവനുമായി നിൽക്കുമ്പോൾ, അവൻ സുരക്ഷയായി നിൽക്കുമ്പോൾ, ദൈവിക ദൂതന്മാർ കാവൽ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിട്ട് സൂക്ഷിക്കുമ്പോൾ, ആ സുരക്ഷാ വലയം പൊട്ടിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ പാപത്തിലേക്ക് നീ പോകരുത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, പലപ്പോഴും നീ ദൈവത്തിന്റെ വലയം, ദൈവത്തിന്റെ സുരക്ഷ പൊട്ടിച്ച് നീ പുറത്തു പോയവളാണ്. ഇന്ന് പകൽ മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവുകളെ ഓർപ്പിക്കുക. അതോടൊപ്പം അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാത്തു സൂക്ഷിക്കുവാനും ശക്തൻ എന്നാണെന്ന് 2 തിമോഥെയോസിലെ 1:12 വായിക്കുന്നത്. അത് പരീക്ഷയിൽ നിന്ന് നമ്മെ വിടുവിപ്പാനും വീഴാതെ വണ്ണം നമ്മെ കാത്തു സൂക്ഷിക്കുവാനും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയും. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, നിങ്ങൾ പാപത്തിൽ വീണുപോകാതെ, പാപത്തിൽ നിങ്ങൾ വീഴാതിരിപ്പാൻ, നിങ്ങളെ താങ്ങി നിർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സദാസമയം നിങ്ങളോടൊപ്പം വാസം ചെയ്യുമ്പോൾ, എന്നെ കേൾക്കുന്ന പിതാവി, മാതാവി, എന്നെ കേൾക്കുന്ന യുവതി, യുവാവി, ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നീ വീണുപോകരുത്. നമുക്കറിയാം ഇന്നത്തെ കാലം എത്രയോ ആളുകളാണ് മദ്യത്തിനും മയക്കുമരുന്നിനും പാപത്തിന്റെ ശരീരം വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകളാണ് സുരക്ഷകൾ നഷ്ടപ്പെട്ട് പുറത്തു പോയിരുന്നു ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം. വിശ്വാസികളുടെ രക്ഷ ഇല്ലാതാക്കാൻ പിശാച് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അവൻ തന്ത്രങ്ങൾ മെനയുന്നവനാണ്, അവൻ സൂത്രങ്ങൾ കൊണ്ടുവരുന്നവനാണ്, പ്രലോഭനം കൊണ്ടുവരുന്ന, അവൻ നിന്നെ മോഹിപ്പിക്കും. മോഹം നിന്റെ ഉള്ളിൽ തന്നിട്ട് ആ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന നിലയിൽ നിന്നെ അവൻ അശുദ്ധിയിലേക്ക് വലിച്ചുകൊണ്ടു പോകും. അങ്ങനെ അശുദ്ധിയിലേക്ക് വലിച്ചുകൊണ്ടു പോകുമ്പോൾ ഒരുപക്ഷെ നിന്റെ സുരക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ദൈവം അവൻ ആ ലോകത്തെ സ്നേഹിച്ചു. ചില ബൈബിളിൽ അത്രയ്ക്ക് സ്നേഹിച്ചു. അത് ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിക്കുമ്പോൾ നീ ദൈവത്തിന്റെ സുരക്ഷയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കണം. നിനക്ക് ലഭിച്ച താൽക്കാലിക ജീവിതമാണ്. നീ ഇവിടെ അന്യരും പരദേശിയുമാണ്, നീ ഇവിടെ പ്രവാസിയാണ്. ശ്രോതാവേ, കേരളത്തിലോ ഭാരതത്തിലോ ലോകരാജ്യത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ജീവിച്ചാലും നിന്റെ ജീവിതത്തിന് പാപം പ്രവേശിക്കരുത്. നിന്നെ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവമുണ്ട്. അതുകൊണ്ട് ആ ജീവിതം നീ ക്രിസ്തുവിന് വേണ്ടി സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കണം. ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആരും അറിയുന്നില്ല. നീ രഹസ്യമായി ചെയ്യുന്ന പാപം പോലും ദൈവം അറിയുന്നു. അതുകൊണ്ട് പലരും രക്ഷ നഷ്ടപ്പെടുവോ എന്നുള്ള ചില ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിൽ പലരും നിൽക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് മർക്കോസിന്റെ സുവിശേഷം 13:13 മത്തായി 24 വായിക്കുമ്പോൾ അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ പ്രലോഭനങ്ങളിൽ നീ വീഴരുത്. ഇന്ന് പകൽ പലരും പ്രലോഭനത്തിൽ വീണ്ടും ആൺമേൽ ഈ ലോകത്തിന്റെ പാപചിന്തകൾ വീണ് കിടക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിനക്ക് മടങ്ങി വരേണ്ട അവസരമാണ്. ദൈവം നിനക്ക് തന്ന സുരക്ഷാ വലയം പൊട്ടി നീ പോയിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, ദൈവത്തിന്റെ സുരക്ഷ നീ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ മടങ്ങി വന്ന് യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ, ഞാൻ ആ സുരക്ഷയ്ക്കകത്ത് എൻ്റെ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവിനോട് ജീവിപ്പം ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വർക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തെ അവിടുത്തെ കരങ്ങൾ ലഭിക്കും. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് സുരക്ഷാ വലയമായി, ഞങ്ങൾ തീമതിലും കാവലുമായി, ഞങ്ങൾ കോട്ടയായി ഞങ്ങൾ നിൽക്കുമ്പോൾ പാപത്തിന്റെ വശീകരണത്തിലേക്ക് ഞങ്ങൾ വീണ് ഞങ്ങളുടെ സുരക്ഷ പൊട്ടി ഞങ്ങൾ ദൈവത്തിന് യൂതയെ പോലെ ഞങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ കർത്താവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്ന ആ സുരക്ഷയ്ക്ക് ഒതുങ്ങി നിൽപ്പം ഞങ്ങളെ സഹായിക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.